എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഒരു ജ്യൂസാണ്, ഇരുമ്പംപുളി ജ്യൂസ്. ഇനി ഞാൻ എടുത്തേക്കുന്നത് 3 ഇരുമ്പംപുളിയാണ്. ഇതിന് ഇരുമ്പംപുളി, ഇലിമ്പിപ്പുളി, ശീമപ്പുളി, ചെമ്മീൻ പുളി അങ്ങനെയൊക്കെ പേരുകളുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ്, 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്. ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത ശേഷം അതിനകത്തെ വൈറ്റൊക്കെ ഒരു സ്പൂൺ കൊണ്ട് വടിച്ച് മാറ്റി അതിൻ്റെ തൊലി നമുക്കിതിൻ്റെ കൂടെ അരയ്ക്കാൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതിടാം. കൂടെ പഞ്ചസാര, ഐസ് ക്യൂബ്സ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലി ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് ശീമപ്പുളി കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പുളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായി വിളഞ്ഞ് പഴുത്ത പുളി തന്നെ എടുക്കണം, അതിനാണ് ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ മൊത്തം 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. ശീമപ്പുളിക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡയബറ്റിക്, കൊളസ്ട്രോൾ, പ്രഷർ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇരുമ്പൻ പുളി കൂടുതലായി ഉപയോഗിക്കുന്നത് ഹെൽത്ത് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ദോഷങ്ങളുണ്ടാക്കും. അതിനകത്തെ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് സ്റ്റോണുകൾ ഉണ്ടാക്കും. കൂടാതെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദിവസേന 1-2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.